നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ശബത്തിലെ രോഗശാന്തി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മറ്റൊരു ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കുന്നു, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു. അവരെല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. കർത്താവായ യേശു ഒരു ശബത്തിൽ ഒരു പള്ളിയിൽ പോയി. യേശു അവിടെ പോയത് ശബത്ത് ആചരിക്കാനായിട്ട്, അവിടെ സ്വസ്ഥമായി ഇരിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരം എന്ന് പറയുന്നത് 2000 മുഴമാണ്, അതായത് 1 മൈൽ താഴെ. അപ്പം അതിന് ചുറ്റുമുള്ള ആ പട്ടണവാസികൾ അല്ലെങ്കിൽ ആ ഗ്രാമവാസികൾ അതിൻ്റെ നടുവിലുള്ള ആ പള്ളിയിൽ, സിനഗോഗിൽ വന്ന് സ്വസ്ഥമായിരിക്കണം. യേശു അവിടെ പോയത് ശബത്തനുസരിക്കാനല്ല, അവിടെ പോയി സ്വസ്ഥമായിരിക്കാനല്ല. ചില ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് യേശു ശബത്തനുസരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു എന്നാണ്. അല്ല, യഹൂദന്മാരുടെ ശബത്താചാരത്തിലെ അപാകതകൾ അവരെ ഒന്ന് പഠിപ്പിക്കാനാണ്. അവിടെ വലങ്കൈ വരണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. വലത് കൈ തളർന്നു പോയ ആളാണ്. വലത് കൈ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഉപയോഗമുള്ള കൈയാണ്. അത് തളർന്നു പോയി. എന്നാലും അവൻ അറിഞ്ഞ സത്യം അനുസരിച്ച് അവൻ പള്ളിയിൽ വന്നിരിക്കുകയാണ്. അവനൊരു ദൈവഭക്തിയുള്ള മനുഷ്യനാണ്. പക്ഷേ പരീശന്മാർ പള്ളിയിൽ വന്നത് സ്വസ്ഥമായിരിക്കാനൊന്നുമല്ല, യേശുവിനെ എങ്ങനെയും കൊടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. അവർ മനസ്സ് മുഴുവൻ ഭാരവും ചുമന്നുകൊണ്ട്, അസൂയയും ചുമന്ന്, അല്ലെങ്കിൽ പകയും വിദ്വേഷവും ചുമന്നുകൊണ്ട് അവർ വന്നിരിക്കുകയാണ്. ദൈവം നോക്കുന്നത് മനസ്സിനെയാണ്. പക്ഷേ അവരുടെ മനസ്സ് മുഴുവൻ പകയാണ്. യേശുവിനെ നശിപ്പിക്കണമെന്നുള്ള ആ വൈരാഗ്യബുദ്ധിയാണ്. അതൊക്കെ അറിഞ്ഞിട്ടും യേശു ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്. ആ മനുഷ്യനെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി അവരോട് ചോദിക്കുകയാണ്, ചുറ്റും നിന്ന ഈ ശത്രുക്കളോട് ചോദിക്കുകയാണ്, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഏതാണ് വിഹിതം? ജീവനെ രക്ഷിക്കുകയോ ജീവനെ നശിപ്പിക്കുകയോ ഏതാണ്? ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുവിന് ഈ മനുഷ്യൻ സൗഖ്യം കൊടുക്കാനായിട്ട് സാധിക്കും. അവൻ്റെ വലങ്കൈക്ക് സൗഖ്യം നൽകുമ്പോൾ അവൻ ജോലിയെടുത്ത് ജീവിക്കും. അവന് സ്വസ്ഥത ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, മാന്യത ഉണ്ടാകും. അവൻ്റെ കുടുംബത്തിൽ അതൊരു അനുഗ്രഹമാകും. നാട്ടിൽ അവൻ പ്രയോജനപ്പെടും. അവൻ്റെ മാതാപിതാക്കൾക്ക് അവൻ പ്രയോജനപ്പെടും. അപ്പം ഇതിലേതാണ് ചെയ്യേണ്ടതെന്നാണ് യേശു ചോദിക്കുന്നത്. അതുപോലെ ഈ ശബത്ത് അനുഭാവികളായ, ശബത്ത് ആചാരക്കാരായ അവരോട് യേശു ചോദിക്കുകയാണ്, ശബത്തിൽ ഒരു മനുഷ്യനെ സഹായിക്കേണ്ട ഒരാവശ്യം വന്നാൽ അവനെ സഹായിക്കുകയാണോ, അതോ സഹായിക്കാതിരിക്കുന്നത് നിമിത്തം അവൻ വിഷമിക്കുകയാണോ? ഏതാ വേണ്ടത്? ശബത്തെന്ന് പറഞ്ഞ ആളുകൾക്ക് സ്വസ്ഥത ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ മനുഷ്യനൊരു സ്വസ്ഥതയില്ല. അവന് സ്വസ്ഥത കൊടുക്കുന്നതല്ലേ ശരിയായ ശബത്ത്. യശയ്യാപ്രവചനം 58-ാം അധ്യായത്തിലുണ്ട്. എന്താണ് ശരിയായ ശബത്ത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, അമ്മിക്കയറുകളെ അഴിക്കുക, വിശന്നവന് ഭക്ഷണം കൊടുക്കുക, ആവശ്യക്കാരനെ സഹായിക്കുക, അഗതിയെ, അനാഥനെയും വിധവയെയും സഹായിക്കുക. അതാണ് ശരിയായ ശബത്ത് എന്ന് യശയ്യാപ്രവചനം 58-ലുണ്ട്. യേശു ചോദിക്കുകയാണ്, ശബത്തിൽ ഈ മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മാറ്റി അവന് സ്വസ്ഥത നൽകേണ്ടേ? അതല്ലേ ശരിയായ ശബത്ത്.
അത് ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യുകയല്ലേ വേണ്ടത്? അത് ചെയ്യുന്നില്ലെങ്കിൽ അവർ കുറ്റക്കാരല്ലേ? അവൻ്റെ ശബ്ദത്തിൽ ലംഘിക്കുന്നവരല്ലേ? അതാണ് യേശുവിൻ്റെ ചോദ്യം. യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. യേശുവിന് അവൻ സൗഖ്യം നൽകാനായിട്ട് സാധിക്കും. യേശു അത് ചെയ്യുന്നില്ലെങ്കിൽ അത് കുറ്റമല്ലേ തൻ്റെ മേൽ? അതാണ് യേശു ചോദിക്കുന്നത്. അവരൊന്നും മിണ്ടുന്നില്ല. യേശു കോപത്തോടെ അവരെ ചുറ്റും നോക്കിയിട്ട് വലങ്കൈ നീട്ടുക എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ മനുഷ്യൻ യേശു ദൈവമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എഴുന്നേറ്റ് നടുവിൽ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റത് നടുവിൽ നിന്നതും. അവന് ഈ അവിടുത്തെ പുരോഹിതന്മാരെയും അവിടുത്തെ ഈ പരീശന്മാരെയും സാധൂക്കരെയും ഒക്കെ ഭയപ്പെട്ടിരുന്നെങ്കിൽ അവൻ അവിടെ തന്നെ ഇരുന്നേനെ. നേരെ മറിച്ച് യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെന്ന് അവൻ വിശ്വസിച്ചത് കൊണ്ടാണ് യേശു പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടുവിൽ നിന്നത്. യേശുവിനെ സൗഖ്യം പ്രാപിക്കുവാൻ അവന് മനസ്സുണ്ടായിരുന്നു. യേശു ദൈവമാണ്, തനിക്ക് സൗഖ്യം തരാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. യേശു പറഞ്ഞു, വലങ്കൈ നീട്ടുക. അവൻ വലങ്കൈ നീട്ടത്തക്കവണ്ണം അവന് ഉള്ള ബലം ഉണ്ടായി. അവൻ വലങ്കൈ നീട്ടി. ഈ സമയത്ത് ഒറ്റ വാക്കിന് ഒരു വലങ്കൈ തളർന്ന മനുഷ്യന് സൗഖ്യം നൽകിയത്, അയ്യോ ഇത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്, നമുക്ക് അബദ്ധം പറ്റി, യേശു ദൈവമാണ് എന്ന് തമ്മിൽ പറഞ്ഞ് എന്തു ചെയ്യണം? യേശുവിൻ്റെ കാലേ വീഴേണ്ട ഈ മനുഷ്യര് യേശുവിനെ എങ്ങനെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അവർ തമ്മിൽ ആലോചിക്കുകയാണ്. അവർ സ്ഥലം വിടുകയാണ്. ചില ആളുകൾക്ക് എന്തെല്ലാം കണ്ടാലും യേശുവിൻ്റെ സുവിശേഷ നിമിത്തം ആളുകളുടെ മദ്യപാനം മാറുന്നു, അവരുടെ മയക്കുമരുന്നടി ഉപയോഗം മാറുന്നു, കുടുംബകലഹം മാറുന്നു, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു, വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും ഉണ്ടാകുന്നു, അവർ മാന്യരായിട്ട് മാറുന്നു. ഇതൊന്നും ചിലർക്ക് വിഷയമല്ല. അപ്പോൾ അവർ പറയുന്നത് ഇത് വല്ല വിദേശ സഹായമായിരിക്കും, സഭക്കാർ കൊടുത്തതായിരിക്കും, ഇത് അങ്ങനെ സഭക്കാർ എന്തോ സഹായം ചെയ്തുകൊണ്ടാണ് ഈ മാറ്റം അവർക്കുണ്ടായത്. ഇതാണ് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഇതുപോലെ തൻ്റെ ദൈവത്വം തെളിയിച്ചിട്ടും അത് അംഗീകരിക്കാൻ അവർക്ക് കഴിയാതെ അവർ ഹൃദയകാഠിന്യത്തോടെ വൈരാഗ്യത്തോടെ തിരിച്ചു പോകാനിടയായി തീർന്നു. ഇന്നും അങ്ങനെ ഉള്ള ആളുകളുണ്ട്. എന്നാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ കർത്താവിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ നമുക്കിടയായി തീരട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.